വിദ്യാഭ്യാസ മേഖലയെയും രാഷ്ട്രീയ കേരളത്തെയും ഒരുപോലെ പിടിച്ചുലച്ചുകൊണ്ട് PM ശ്രീ പദ്ധതി വീണ്ടും പ്രധാന ചർച്ചാ വിഷയമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ അഭിമാനകരമായ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇതുവരെ ഉയർത്തിയ വാദങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുന്ന ഔദ്യോഗിക മറുപടിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് പുറത്തുവരുന്നത്. രാജ്യസഭയിൽ MP-മാരായ അബ്ദുൾ വഹാബ്, V. ശിവദാസൻ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ മറുപടിയാണ് നിലവിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും കേരളവും തമ്മിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്കും തർക്കങ്ങൾക്കും ഈ മറുപടിയോടെ പുതിയ മാനം കൈവന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇതുവരെ നൽകിയ ന്യായീകരണങ്ങളെ ഓരോന്നായി ഖണ്ഡിക്കുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ ഔദ്യോഗിക പ്രസ്താവന. പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പിന്നീട് പിന്മാറാൻ കഴിയില്ലെന്നായിരുന്നു കേരളത്തിന്റെ പ്രധാന വാദങ്ങളിലൊന്ന്. എന്നാൽ ഏത് സംസ്ഥാനത്തിനും ഏത് സമയത്തും PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ ഒപ്പിടാതിരിക്കുകയോ ചെയ്യാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ഈ വെളിപ്പെടുത്തൽ സംസ്ഥാന സർക്കാരിന്റെ ഇതുവരെയുള്ള ന്യായീകരണങ്ങളെ പൂർണ്ണമായും പൊളിക്കുന്നതാണ്. ഇതിനു പുറമെ കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടും പദ്ധതിക്ക് അർഹമായ ഫണ്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്ന വസ്തുതയും കേന്ദ്രം പുറത്തു കൊണ്ടുവന്നു. പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ കൃത്യമായ പട്ടിക സമർപ്പിക്കാത്തതാണ് ഫണ്ട് തടസ്സപ്പെടാൻ കാരണം. ഫണ്ട് ലഭിച്ച രാജ്യത്തെ 35 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഔദ്യോഗിക ലിസ്റ്റിൽ കേരളത്തിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. പദ്ധതി നടപ്പിലാക്കിയാൽ പോലും സംസ്ഥാനത്തിന്റെ പാഠ്യപദ്ധതിയിലും സിലബസിലും യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാകില്ലെന്നായിരുന്നു കേരള സർക്കാരിന്റെ മറ്റൊരു പ്രധാന അവകാശവാദം. എന്നാൽ ഈ വാദത്തെയും കേന്ദ്രം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം കേന്ദ്ര സർക്കാർ നിർണയിക്കുന്ന പ്രത്യേക ഘടനയും മാനദണ്ഡങ്ങളും അനുസരിച്ചായിരിക്കും പഠന പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും സ്കൂളുകളിൽ ഉൾപ്പെടുത്തേണ്ടി വരികയെന്ന് കേന്ദ്രം ഔദ്യോഗികമായി അറിയിച്ചു. ഇത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സ്വയംഭരണ അധികാരത്തെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഈ ശക്തമായ മറുപടി കേരളത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള വാക്പോരുകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ ഹനിക്കുമെന്ന നിലപാടാണ് ഇടതുപക്ഷവും വിവിധ വിദ്യാർത്ഥി സംഘടനകളും. അതേസമയം സമഗ്ര ശിക്ഷ കേരള പദ്ധതി ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ പദ്ധതി നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന സമ്മർദ്ദവും സർക്കാരിനുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് UDF-ൽ പുതിയ രാഷ്ട്രീയ പ്രതിസന്ധികൾ രൂപപ്പെട്ടിരിക്കുന്നത്. പണം വാങ്ങിയതിനാൽ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ കഴിയില്ലെന്നുമായിരുന്നു ഇന്നലെ ചേർന്ന UDF യോഗത്തിലെ വിലയിരുത്തൽ. PM ശ്രീയെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് UDF നീക്കം. പദ്ധതിയിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചതിനാൽ പിന്മാറാൻ കഴിയില്ലെന്നും മുന്നോട്ട് പോകുമെന്നും കൺവീനർ അടൂർ പ്രകാശും പ്രതികരിച്ചിരുന്നു. UDF അധികാരത്തിലെത്തിയാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള UDF നീക്കം രാഷ്ട്രീയമായി ഏറെ പ്രതിരോധത്തിലാക്കുന്നതാണ്. വ്യവസ്ഥകൾ മുഴുവനായും നടപ്പിലാക്കില്ല, മറിച്ച് ഇളവ് തേടുമെന്ന് UDF പറയുമ്പോഴും മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ PM ശ്രീ നടപ്പിലാക്കേണ്ടി വരുന്നത് പാർട്ടിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. ഇതോടെയാണ് ലീഗ് UDF യോഗത്തിൽ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം PM ശ്രീ ഒരു കാരണവശാലും നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ട് സമസ്ത കാന്തപുരം വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് കേരളത്തോടുള്ള കടുത്ത വഞ്ചനയാണെന്നും UDF ചരിത്രത്തിലെ മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് സ്വന്തം സിലബസ് പഠിപ്പിക്കാൻ കേന്ദ്രം ഇളവുകൾ നൽകിയിട്ടുണ്ടെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിനും സമാനമായ ഇളവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ. സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പിലും സിലബസ് രൂപീകരണത്തിലും പ്രത്യേക ഇളവുകൾ ആവശ്യപ്പെടാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ PM ശ്രീ പദ്ധതിയുടെ ഭാവിയെക്കുറിച്ചും സ്വീകരിക്കേണ്ട അന്തിമ നിലപാടിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ മന്ത്രിസഭാ ഉപസമിതിയുടെ നിർണായക യോഗം ഉടൻ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിലും രാഷ്ട്രീയ രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന നിർണായക തീരുമാനങ്ങളാകും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക.